പ്രതിപക്ഷത്തെ ഏക വനിതാ അംഗമെന്ന് പറയുമ്പോൾ അഭിമാനം ഒട്ടും തോന്നുന്നില്ലെന്ന് അരൂർ എംഎൽഎ ഷാനിമോൾ ഉസ്മാൻ. കൂടുതൽ വനിതകൾക്ക് നിയമസഭയിൽ കോൺഗ്രസ് സീറ്റ് നൽകണമെന്ന് ഷാനിമോൾ ഉസ്മാൻ ന്യൂസ് 8 പറഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ടിലേക്ക്. ചുരുങ്ങിയ കാലമാണെങ്കിലും ഏറ്റവും പുതുതായി വന്ന എംഎൽഎമാരിൽ ഒരാളാണ് അരൂർ എംഎൽഎ ഷാനിമോൾ ഉസ്മാൻ. വളരെ കുറച്ചു കാലം ആണ് നിയമസഭയിൽ ചെലവഴിക്കാൻ കഴിഞ്ഞതെങ്കിൽ പോലും അവസാന സമ്മേളനത്തിൽ കഴിഞ്ഞിറങ്ങുമ്പോൾ എന്താണ് കരുതിയതെല്ലാം പ്രസംഗിക്കാൻ കഴിയും. തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഈ സഭാ സമ്മേളനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് വലിയ അപരിചിതത്വം ഈ സഭയിൽ ഉണ്ടായില്ല എന്നുള്ളതൊരു വലിയ കാര്യമാണ്. കാരണം പ്രതിപക്ഷത്തുള്ള എല്ലാവരുമായും വളരെ വ്യക്തിപരമായ അടുപ്പം സംഘടനാ പ്രവർത്തന രംഗത്ത് എനിക്കുണ്ട്. ഭരണപക്ഷത്തുള്ള ഒട്ടുമിക്ക ആളുകളുമായിട്ടും നല്ല സൗഹൃദം പുലർത്തിപ്പോരുന്ന ഒരാളാണ്. പിന്നെ ഒരു പുതിയ അംഗമെന്നുള്ള നിലയിൽ ഒരിക്കലും ഒരു മാറ്റി നിർത്തൽ ഉണ്ടായിട്ടില്ല. കോൺഗ്രസും UDF-ഉം നിരവധി അവസരങ്ങൾ സഭയ്ക്കകത്ത് പല കാര്യങ്ങൾ ഉന്നയിക്കാനും ഒരു അടിയന്തര പ്രമേയം അടക്കം കൊണ്ടുവരാനൊക്കെ തന്നിട്ടുള്ള അവസരങ്ങൾ എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു കാലയളവിൽ എടുത്തു പറയാവുന്ന ഒരു ഓർമ്മ ചോദിച്ചാൽ എന്തായിരിക്കും പറയുക? അല്ല, അതങ്ങനെ എനിക്കൊരു പ്രത്യേകമായിട്ട് ഒന്നും പറയാം. തീർച്ചയായിട്ടും അവിടെ ഓരോ കാര്യങ്ങൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യാനും പ്രസംഗിക്കാനും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരവസരം തന്നെയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇതൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോൾ എതിർപക്ഷത്തുള്ളവർ നമ്മൾ വന്നിട്ട് ഒന്ന് അഭിനന്ദിക്കുമ്പോൾ ഒരു വലിയ സന്തോഷം തോന്നും. അല്ല, അതും എന്നെ സംബന്ധിച്ച് കാരണം നമ്മുടെ പക്ഷത്തുള്ളവർ പറയുന്നത് കൂടാതെ നമ്മുടെ അവരുടെയൊക്കെ ഒരു കരുതൽ വളരെ പെട്ടെന്ന് നിയമസഭാ നടപടിക്രമങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഇല്ല, നടപടിക്രമങ്ങൾ അങ്ങനെ വളരെ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതവിടെ ഇരുന്ന് തന്നെ പഠിക്കേണ്ടത്. പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാവ് KV തോമസിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിൽ തിരക്കിട്ട നീക്കം. KV തോമസുമായി AK ആന്റണിയും ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ആശയവിനിമയം നടത്തി. KV തോമസ് കടുത്ത നിലപാട് സ്വീകരിക്കില്ലെന്ന നിലപാടിലാണ് നേതാക്കൾ. കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുന്ന KV തോമസ് ഭാവി നിലപാട് പ്രഖ്യാപിക്കാൻ നാളെ വാർത്താസമ്മേളനം വിളിച്ച സാഹചര്യത്തിലാണ് അവസാനവട്ട ഒത്തുതീർപ്പ് ശ്രമങ്ങൾ. KV തോമസുമായി ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഫോണിൽ സംസാരിച്ചു. മാധ്യമങ്ങളിലടക്കം നടക്കുന്ന പ്രചാരണങ്ങളിൽ പാർട്ടിക്ക് അനുകൂലമായി പ്രതികരിക്കണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. ഇക്കാര്യം അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഉമ്മൻചാണ്ടി ന്യൂസ് 8 പറഞ്ഞു. മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്കിടെ KV തോമസ് ഇന്ന് പൊതുപരിപാടിയിലും പങ്കെടുത്തു. അദ്ദേഹം മാനേജിംഗ് ട്രസ്റ്റിയായ വിദ്യാധനൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. തനിക്ക് പറയാനുള്ളത് നാളെ പറയുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. നാളെ ഞാൻ പറയാം, നേരത്തെ പറഞ്ഞു 28 മിനിറ്റ് UDF ജില്ലാ കൺവീനർ ഡൊമിനിക് പ്രസന്റേഷൻ AK ആന്റണിയുടെ സന്ദേശം KV തോമസിന് കൈമാറിയിട്ടുണ്ട്. പാർട്ടിക്ക് അനുകൂലമായി നിലപാട് പ്രഖ്യാപിച്ചാൽ ഉന്നയിച്ച ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനമെന്നാണ് ഹൈക്കമാൻഡ് നിലപാട്. മാഷ് പറയുന്നത് മാഷ് അങ്ങനെ ഒരു പാർട്ടി വിട്ടു തീരുമാനത്തിൽ പുള്ളി എത്തിയിട്ടില്ല. പുള്ളിക്ക് ചില ഗ്രീവൻസ് ഉണ്ട്, അത് പരിഹരിക്കപ്പെടണമെന്ന് ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പരിഹരിക്കാൻ നടപടി ഉണ്ടാകുന്നതിൻ്റെ പ്രതീക്ഷ. അദ്ദേഹത്തെ പോലെ ഇത്രയും സീനിയറായ ഇത്രയും പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരാൾ പാർട്ടിയിലും ഗവൺമെൻറ്റിലും, അപ്പോൾ അദ്ദേഹം അങ്ങനെ നടപടിക്ക് പോകുന്ന ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് പാർട്ടിയുമായി അകൽച്ചയിലായിരുന്നു KV തോമസ്. നേതൃത്വം നൽകിയ വാഗ്ദാനങ്ങളും പാലിച്ചില്ല. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ താൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് നിഷേധിച്ചതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കില്ലെന്ന് ഉറപ്പായതുമാണ് KV തോമസിനെ ചൊടിപ്പിച്ചത്. ന്യൂസ് 18 കൊച്ചി. KV തോമസിനെ പിന്തുണച്ച് PC ചാക്കോ. അവഗണന നേരിടുന്നുവെന്ന KV തോമസിന്റെ പരാതിയിൽ കഴമ്പുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും അഭിപ്രായങ്ങൾ ചോദിച്ചില്ല. അസംതൃപ്തരോട് തുറന്ന ചർച്ചയ്ക്ക് KPCC നേതൃത്വം തയ്യാറാകണം. നേതൃത്വം ആവശ്യപ്പെട്ടാൽ KV തോമസുമായ അനുനയ ചർച്ചകൾക്ക് മുൻകൈയെടുക്കാൻ തയ്യാറാണെന്നും PC ചാക്കോ ന്യൂസ് 8 പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ് ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയ്ക്ക്. കോൺഗ്രസ് ലീഡർഷിപ്പ് ചെയ്യേണ്ടത് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരോട് സംസാരിക്കുക. അതാണല്ലോ ഒരു ഇന്റേണൽ ഡെമോക്രസി എന്ന് പറയുന്നത്. അത്തരം ആളുകളോട് സംസാരിക്കുക, അത്തരം ആളുകളെ കോൺഫിഡൻസിലെടുക്കുക. അപ്പോൾ അതുകൊണ്ട് അസംതൃപ്തരാണ് എന്ന് സംശയമുള്ള ആളുകളോട് സംസാരിക്കുന്ന പ്രോസസ്സ്, ആ പ്രക്രിയ ഇവിടെ വേണ്ടതുപോലെ നടക്കുന്നില്ല. സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ വരുന്ന അവസരത്തിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പങ്കിട്ടെടുക്കുന്നു എന്നൊരു പരാതിയൊക്കെ ഉണ്ട്. ആ പരാതിയിൽ കുറച്ചൊക്കെ കഴമ്പുമുണ്ട്. പക്ഷേ അത് ഇനി ഉണ്ടാവരുത്, പ്രത്യേകിച്ച് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധം കൊണ്ടാണ് ഇത്രയും മുതിർന്ന ആളുകളെ ഹൈക്കമാൻഡ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്.